എന്താണ് പോൺ അഡിക്ഷൻ? ഈ അഡിക്ഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം, എന്തൊക്കെയാണ് പോൺ അഡിക്ഷൻ സിംറ്റംസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇന്ന് പോൺ വീഡിയോസിൻ്റെ ലഭ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ പോൺ വീഡിയോ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വളരെ ഈസിയായി ലഭിക്കുന്നതുമാണ്. താൽക്കാലിക ആനന്ദത്തിനു വേണ്ടിയും ചിലപ്പോൾ കൗതുകത്തിനു വേണ്ടിയുമെല്ലാമായിരിക്കും ഓരോരുത്തർ പോൺ വീഡിയോ കണ്ടു തുടങ്ങുന്നത്. എന്നാൽ ചിലരാകട്ടെ വളരെയധികം സ്ട്രെസ് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷങ്ങളും മറ്റും ഇല്ലാതെ വരുമ്പോൾ പോൺ വീഡിയോ കാണുന്നവരും ഇന്നത്തെ സമൂഹത്തിലുണ്ട്. ഒരു വ്യക്തിക്ക് തൻ്റെ പങ്കാളിയുമായുള്ള ലൈംഗിക ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാതെയാകുക, ഈ കാരണത്താൽ ജീവിത പങ്കാളിയുമായും വഴക്കുകൾ ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ പോൺ അഡിക്ഷനിലേക്ക് നയിച്ചേക്കാം. അതുപോലെ തന്നെ പോൺ വീഡിയോ കാണുന്നവരിൽ റിസ്കി ബിഹേവിയേഴ്സ് കൂടി കാണപ്പെടുന്നു. ഉദാഹരണത്തിന് ജോലി സ്ഥലങ്ങളിലും മറ്റും പോൺ വീഡിയോ കാണുക, മാസ്റ്റുർബേഷൻ ചെയ്യുക, കൂടാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിനായി മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ അഡിക്ഷൻ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു വ്യക്തിയെ പോൺ അഡിക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് മെൻ്റൽ കണ്ടീഷൻ. അതായത് ഒരു ഹൈപ്പർ സെക്ഷുവാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ലൈംഗികതയുമായി ബന്ധമുള്ള ഡിസോർഡേഴ്സ് ഉള്ളവർക്കോ പോൺ അഡിക്ഷൻ ഉണ്ടാകുന്നതാണ്. രണ്ടാമതായി കാണുന്നത് നീഡിങ് ടു എസ്കേപ്പ് സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് എന്ന കണ്ടീഷനാണ്. ഈ കണ്ടീഷനുള്ളവർ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും സ്വയം മറികടക്കുവാനും അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള ഡിസ്ട്രെസ്സിനെയും ഒഴിവാക്കാൻ വേണ്ടിയും പോൺ വീഡിയോ കാണുകയും അഡിക്റ്റ് ആവുകയും ചെയ്യുന്നു. ഇനി മൂന്നാമതായി പറയാനുള്ളത് റിലേഷൻഷിപ്പ് പ്രോബ്ലംസിൽ സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും പോൺ അഡിക്ഷൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നു. നാലാമത്തെ കാര്യം അൺറിയലിസ്റ്റിക് യൂസ് ഓഫ് സെക്സ് അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളാണ്. പലപ്പോഴും അൺറിയലിസ്റ്റിക് ആയ സെക്ഷൽ ഡിസയർ വരുന്നത് പോൺ വീഡിയോ അഡിക്ഷൻ വരുമ്പോഴാണ്. പോൺ വീഡിയോസ് കാണുന്നതും തൻ്റെ പാർട്ട്ണർ താൻ കാണുന്ന പോൺ വീഡിയോസ് ഉള്ളതുപോലെ പെർഫോം ചെയ്യുവാനും പറയുന്ന ഒരു അവസ്ഥയാണ് ഇത്. അഞ്ചാമത്തതാണ് ബ്രെയിൻ കെമിസ്ട്രി ഇംബാലൻസ്. ഹോർമോണുകളിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ അവസ്ഥ. ഹോർമോണുകളിൽ വരുന്ന വ്യതിയാനങ്ങൾ മൂലം ഒരു വ്യക്തിക്ക് പോൺ അഡിക്ഷൻ കണ്ടുവരുന്നു. ആറാമതായി വരുന്നത് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ മിസ്യൂസ് മൂലവും പോൺ അഡിക്ഷൻ വരാം. അതുപോലെ തന്നെ അവസാനമായി ഹിസ്റ്ററി ഓഫ് മെൻ്റൽ ഓർ സെക്ഷൽ അബ്യൂസ്, അതായത് മാനസികമോ ലൈംഗികപരമോ ആയി അതിക്രമങ്ങൾ നേരിട്ട വ്യക്തികളിലും പോൺ അഡിക്ഷൻ കാണാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പോൺ അഡിക്ഷൻ മൂലം നിരവധി പേരാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പോൺ അഡിക്ഷനിൽ നിന്നും എങ്ങനെയെല്ലാം രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തിക്ക് പോൺ അഡിക്ഷൻ ഉണ്ടെങ്കിൽ ആ പോൺ അഡിക്ഷൻ ഉണ്ടാകാൻ കാരണമായ അണ്ടർലൈൻ ഫാക്ടേഴ്സ് എന്തെല്ലാമെന്ന് ആദ്യം തന്നെ തിരിച്ചറിയേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്സോ ഡിപ്രഷനോ അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളോ ആവാം. ഇങ്ങനെയുള്ള കാരണങ്ങളെ കണ്ടെത്തുകയും അതിനുവേണ്ടിയുള്ള പരിഹാരവും കൂടി കണ്ടെത്തുന്നത് മൂലം ഈ അഡിക്ഷനിൽ നിന്നും ഒരാളെ രക്ഷപ്പെടുത്താവുന്നതാണ്. ഇനി ഒരു വ്യക്തിക്ക് പോൺ വീഡിയോ കാണുന്ന ശീലമുണ്ടെങ്കിൽ ആ ശീലം മാറ്റാൻ ആദ്യം തന്നെ മാറ്റേണ്ടത് ആ വ്യക്തിയുടെ ലൈഫ് സ്റ്റൈലാണ്. അതായത് ഫോണിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും സമയം ചിലവഴിക്കുന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. കൂടാതെ അഡിക്ഷൻ ഉള്ള ഒരു വ്യക്തി കായികപരമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ജോഗിങ് അല്ലെങ്കിൽ നടക്കാൻ പോവുക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സൈക്കോതെറാപ്പി പോലെയുള്ള വിദഗ്ധ സഹായങ്ങളും റിലേഷൻഷിപ്പ് കൗൺസിലിങ്ങും മറ്റും ചെയ്യാൻ ശ്രമിക്കുക. പോൺ അഡിക്ഷൻ ഒരു രോഗമാണെന്ന് മനസ്സിലാക്കുക. കൂടാതെ നമ്മളൊരു പോൺ അഡിക്റ്റ് ആയിട്ടുണ്ടോ എന്ന് സ്വയം വിലയിരുത്താൻ ശ്രമിക്കുക. വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക.